ചെന്താമരയെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുന്നതിനിടെ മാട്ടായിയിൽ വെച്ച് പോലീസ് തന്ത്രപരമായാണ് പ്രതിയെ പിടികൂടിയത്. കൊലപാതകം നടന്ന 36 മണിക്കൂറിന് ശേഷമാണ് ചെന്താമര പിടിയിലായത്. ഇരട്ടക്കൊലപാതകം അബദ്ധത്തിൽ സംഭവിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. അബദ്ധത്തിൽ വടിവാൾ കൊണ്ട് സുധാകരന്റെ കഴുത്തിന് വെട്ടി തടയാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മിക്കും വെട്ടേറ്റുവെന്നാണ് പ്രതിയുടെ മൊഴി. വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് സജിയും നിഖിൽ പ്രമേഷുമാണ്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണല്ലോ പറയുന്നത്. എപ്പോഴായിരിക്കും അത്? എന്തായാലും തൽക്കാലം ഈ ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉടൻ ഈ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ? അത് ഏത് തരത്തിലായിരിക്കും ക്രമീകരിക്കുക? കൃഷ്ണ, തീർച്ചയായും ഈ തെളിവെടുപ്പടക്കം ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രതിയെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടക്കം ഈ പ്രതിയെ മാറ്റിയതിന് കാരണം ഈ ജനരോക്ഷം തന്നെയാണ്. ഇന്നലെയാണ് ഈ മാട്ടായിയിൽ ഈ പ്രതി ഇറങ്ങി എന്ന വിവരം ഈ പോലീസിന് ലഭിക്കുന്നത്. പോലീസിന്റെ ഒരു റൊട്ടീൻ പരിശോധനയുടെ ഭാഗമായി ഈ മാട്ടായിയിലെ നെല്ലിക്കാട് എന്ന് പറയുന്ന മേഖലയിലേക്കാണ് പോലീസ് ഒരു തിരച്ചിൽ നടത്താൻ വേണ്ടി പോയത്. അവിടെ ഈ പ്രതിയുടെ ചെന്താമരയുടെ ഒരു സഹോദരിയുടെ വീടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പോകുന്നു. അവിടെ ഒരു ഫാമുണ്ട്. ഈ ഫാമിന് സമീപം എത്തി തിരച്ചിൽ നടത്തുന്ന പോലീസ് സംഘമാണ് ഈ പ്രതിയെ ആദ്യം കാണുന്നത്. അതിലൊരു ഉദ്യോഗസ്ഥർ ഈ പ്രതിയെ പിന്തുടരുകയും ഈ പ്രതിയെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ പ്രതി ഈ മാട്ടായിയിലെ മലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അതിനിടയിൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന 3 കുട്ടികളോട് ഈ ഉദ്യോഗസ്ഥൻ സഹായം അഭ്യർത്ഥിച്ചു. ആൾ വരുന്നുണ്ട്, പിടിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഈ വാർത്തയെല്ലാം കണ്ട് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെന്താമരയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ കുട്ടികൾ ഇയാൾക്കടുത്തേക്ക് ഓടിയെത്തുമ്പോൾ ഇയാൾ ഈ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. കൂടുതൽ പേര്, അതായത് 7 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതോടുകൂടി ഈ കുട്ടികൾ കൂടുതൽ പേരെ വിളിച്ചു വരുത്തുന്നു. ഇവരുടെ കയ്യിൽ ആ സമയത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു മൊബൈൽ ടോർച്ച് മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി ഒരു തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഈ പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കുട്ടികൾ പറഞ്ഞിരുന്നത്. പിന്നീട് പോലീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം എത്തി ഈ മേഖലയിലാകെ ഈ കാട് അരിച്ചു പറക്കിയുള്ള ഒരു തെരച്ചിലാണ് നടത്തിയത്. പക്ഷെ പിന്നീട് ആ തെരച്ചിൽ വിഫലമാകുന്നു. പോലീസ് പിൻവാങ്ങുന്നു. ഇന്നത്തേക്ക്, അതായത് ഇന്നലെ അവർ പ്രഖ്യാപിക്കുന്ന ഇന്നത്തേക്ക് തെരച്ചിൽ നിർത്തിവെക്കുന്നു. നാളെ, അതായത് ഇന്ന് തെരച്ചിൽ തുടരും എന്ന തരത്തിലൊരു പ്രഖ്യാപനം നടത്തി പോലീസ് പിൻവാങ്ങുന്നു. പിന്നീട് നാട്ടുകാർ ഈ തെരച്ചിൽ അല്പസമയം കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല. പക്ഷേ ഇതിനിടയിലും പോലീസിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിയുടെ സഹോദരൻ നൽകിയ ഒരു ലീഡ് ഉണ്ടായിരുന്നു. അധിക നേരം ഈ പ്രതിക്ക് ചെന്താമരയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഈ വനത്തിൽ കഴിയില്ല എന്നുള്ളതായിരുന്നു ഈ സഹോദരൻ പോലീസിനോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെന്താമരയുടെ തറവാട് വീടിന് പ്രത്യേക കാവൽ അല്ലെങ്കിൽ പ്രത്യേക നിരീക്ഷണം പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. 7 പോലീസുകാരുടെ ഒരു സംഘമായിരുന്നു ഈ മേഖല നിരീക്ഷിച്ചു വന്നത്. 2019 ഈ പ്രതിയെ പിടികൂടിയ സംഘത്തിലെ 2 പോലീസുകാർ ഉൾപ്പെടുന്ന സംഘമാണ് ഈ വീടിന് സമീപം ഈ നിരീക്ഷണം നടത്തി വന്നിരുന്നത്. അവർക്ക് ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഈ കുരുക്കിലേക്ക് ഈ പ്രതി വന്നെടുക്കുകയായിരുന്നു. ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഈ തറവാട്ട് വീട്ടിലേക്ക് എത്തുകയും പ്രതി പിന്നീട് ഇവരുടെ കസ്റ്റഡിയിലാവുകയുമായിരുന്നു. ഈ വീട്ടിൽ പിന്നീട് പ്രതിയെ തടഞ്ഞു വെക്കുകയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറിക്കൊണ്ട് പ്രതിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. എന്തായാലും പ്രതിയെ നിലവിൽ ഇവിടെ നിന്ന് ആലത്തൂരിലെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആലത്തൂരിലെ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിഖിൽ പ്രമേഷ് കൂടി ചേരുകയാണ്. നിഖിൽ, ഡിവൈഎസ്പി ഓഫീസിലാണ് ഇപ്പോൾ അയാൾ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഘട്ടം ചോദ്യം ചെയ്യൽ നടന്നുവെന്നും മനസ്സിലാക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ ഇയാൾ വളരെ കൗതുകമുള്ളത്, അവിശ്വസനീയമായത് എന്നൊക്കെ രേഖപ്പെടുത്താവുന്ന രീതിയിൽ പല കാര്യങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തുകയുണ്ടായി എന്നും അറിയുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് മൊഴികൾ ഇപ്പോൾ പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയുള്ള ചോദ്യം ചെയ്യലിൽ ഏതാണ്ട് 3/4 മണിക്കൂർ നീണ്ടു നിന്ന നെന്മാറ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ചോദ്യം ചെയ്യലിലാണ് പ്രതി ചില കാര്യങ്ങൾ പറഞ്ഞത്. അതായത് താന് ഈ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്, ഈ ഇവരെ കൊലപ്പെടുത്തിയ സംഭവം 2 കൊലപാതകങ്ങളും താൻ തന്നെ ചെയ്തതാണെന്ന് സമ്മതിക്കുമ്പോഴും അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയത് എന്നാണ് പ്രതി പറയുന്നത്. അതിന് കാരണമായി പ്രതി പറയുന്ന രീതി അതെങ്ങനെയാണ്. അതായത് ഈ സുധാകരൻ എന്നയാൾ വീട്ടിൽ നിന്ന് സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് വരുന്ന ആ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിവാളുമായി, ഈ കൊടുവാൾ, അത് ഒരു വടിയിൽ കെട്ടി തൻ്റെ പറമ്പിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഈ തേങ്ങ ഇടാനോ മറ്റോ
മറ്റോ അത് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ആ സമയത്താണ് സ്കൂട്ടർ കൊണ്ട് സുധാകരൻ തന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ആ സമയത്ത് തനിക്ക് അതിനെ പ്രതിരോധിക്കാൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ ആ വാള് ഇയാളുടെ കഴുത്തിന് താഴെ ഹെൽമറ്റിന് മുകളിലായി തട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇയാൾക്ക് പരിക്കേറ്റത്. അല്ലാതെ താൻ മനഃപൂർവ്വം ആക്രമിച്ചതല്ല. ആ സമയത്ത് ലക്ഷ്മി കൂടി അതിലേക്ക് വരുന്നു. അങ്ങനെ അവർ കൂടി ആക്രമണത്തിനിരയാവുന്നു. തനിക്ക് ജീവൻ രക്ഷാർത്ഥം രണ്ടുപേരെയും ആക്രമിക്കേണ്ടി വന്നു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഈ മൊഴി എന്തായാലും പ്രാഥമികമായി കേട്ടു എന്നാൽ അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതോടൊപ്പം തന്നെ പ്രതി പറഞ്ഞ കുറെ കൗതുകകരമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇയാൾ വിഷം കഴിച്ചിരുന്നു എന്ന് പ്രതി പറയുന്നുണ്ട്. അതായത് മരിക്കുക ലക്ഷ്യമിട്ട് താൻ വിഷം കഴിച്ചിരുന്നു. തൻ്റെ മുന്നിലേക്ക് ഒരു കാട്ടാന വന്ന് പെട്ടിരുന്നു എന്ന് പ്രതി പറയുന്നുണ്ട്. അതായത് എൻ്റെ നേരെ മുന്നിൽ ഒരു കാട്ടാന വന്നു പെട്ടു. ഇയാൾ നമുക്കറിയാം നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു മലയിലാണ് ഉണ്ടായിരുന്നത്. നേരത്തെയും സജിതയെ കൊലപ്പെടുത്തിയ സമയത്തും പ്രതി ഇങ്ങനെ ഒരു മലയ്ക്ക് മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് താൻ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ മുന്നിലേക്ക് ഒരു കാട്ടാന വന്നുപെട്ടു. ആ സമയത്ത് തനിക്ക് രക്ഷപ്പെടണമെന്ന് തോന്നിയിരുന്നില്ല. ആനയുടെ മുന്നിൽപ്പെട്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നാണ് താൻ കരുതിയത്. പക്ഷെ ആന തന്നെ ഒന്നും ചെയ്തില്ല. ആക്രമിക്കാതെ ആന കടന്നുപോയി എന്നാണ് ഈ പ്രതി പറഞ്ഞത്. അങ്ങനെ അവിടെ തുടരുന്ന സമയത്ത് ഈ ഒളിവിൽ തുടരുന്ന സമയത്ത് തൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഡ്രോൺ ക്യാമറകളടക്കം പറന്നു പോകുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ സമയത്തൊക്കെ മരങ്ങൾക്ക് സമീപത്തേക്ക് താൻ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ കഥകൾ, ഈ ഒളിവ് കാലത്തെ ഓർമ്മകൾ അല്ലെങ്കിൽ ജീവിതം വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രതി പറഞ്ഞിട്ടുണ്ട്. അതായത് 3 പേരെ കൂടി കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് തൻ്റെ ഭാര്യയോട് ഇയാൾക്ക് വലിയ പകയുണ്ടായിരുന്നു. കാരണം തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഭാര്യയെ വകവരുത്തുക എന്നുള്ള ലക്ഷ്യം ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയെ വകവരുത്താൻ ഇയാൾ ശ്രമിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്നൊരു പോലീസുകാരനാണ്. 2019 സജിതയെ കൊലപ്പെടുത്തിയ സമയത്ത് ആ കേസിൽ ഒരു പക്ഷെ അന്വേഷണ സംഘത്തിലെങ്ങാനും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കണം. ആര് എന്നുള്ളത് പേര് വ്യക്തമല്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാൻ താൻ പദ്ധതി ഇട്ടിരുന്നു എന്ന് ഈ പ്രതി പറയുന്നുണ്ട്. മറ്റൊരാൾ ഇയാളുടെ അയൽവാസിയാണ്. അങ്ങനെ 3 പേരുടെ കാര്യമാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. സുധാകരൻ്റെയോ ലക്ഷ്മിയുടെയോ ഒന്നും തന്നെ കാര്യം പറഞ്ഞിരുന്നില്ല. സുധാകരനോട് വലിയ വിദ്വേഷം ഇയാൾക്കുണ്ടായിരുന്നു. സുധാകരൻ തൻ്റെ തലയിൽ പടക്കമെറിഞ്ഞ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പോലീസിനോട് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പക്ഷേ പ്രതിയെ ഈ സുധാകരൻ അവിടെ വെച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം തനിക്കുണ്ടായിരുന്നില്ല എന്നും പ്രതി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാനുള്ള ഈ ആലത്തൂർ DYSPയുടെ ഓഫീസിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. ഉച്ചവരെ പ്രതിയെ പുറത്തേക്ക് ഇറക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇക്കാര്യങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ നടപടികൾ അങ്ങേയറ്റം രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് പോലീസ് പുലർത്തുന്നത്. ഇന്നലെ തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും വളരെ രഹസ്യമായിട്ടാണ് പ്രതിയെ ഇവിടേക്ക് എത്തിച്ചത്. പോലീസിനറിയാം വലിയ രീതിയിലുള്ള ജനരോഷം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം അത്രയധികം ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനരോഷം ജനങ്ങളിൽ നിന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇന്നലെ നമ്മളത് കണ്ടതുമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ വളരെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രം പ്രതിയെ തെളിവെടുപ്പിന് മറ്റും എത്തിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം. 5 ദിവസം കഴിഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി എന്നാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ആണെങ്കിൽ അപ്പോഴേക്കും ഈ ജനരോഷം ഒന്ന് തണുത്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങാമെന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രതി ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ സുഖമായി കിടന്നുറങ്ങുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇയാൾ ഇന്നലെ രാത്രി ഭക്ഷണം കയ്യിൽ കിട്ടുന്നത് വരെ വ്യത്യസ്തമായ മനോനില പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു. ഭക്ഷണം കയ്യിൽ കിട്ടിയതോടുകൂടിയാണ് ഇയാൾ ഒരു ശാന്തനായി മാറുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസിനോട് നന്നായി സഹകരിക്കുന്നു, പോലീസ് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നു. അങ്ങനെ ഒരു സാധാരണ നിലയിലേക്ക് ഇയാൾ മാറിയത് ഭക്ഷണം കിട്ടിയതിന് ശേഷമാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രതി ഉറങ്ങുകയാണ്. അല്പസമയം കൂടി ഈ പ്രതിക്ക് ഇനിയിപ്പോൾ രാവിലെ മറ്റ് നടപടികളിലേക്കൊക്കെ പോകണം. ആലത്തൂർ കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല എന്ന് പോലീസ് പറയുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിമാൻഡ് ആയിരിക്കും. 5 ദിവസത്തിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. തുടർന്നായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാവുക. ഇവരുടെ സുധാകരന്റെ വീട്, അതോടൊപ്പം തന്നെ പ്രതി ഒളിവിൽ കഴിഞ്ഞ ഇടം, അവിടേക്കെല്ലാം തന്നെ പ്രതിയെ പോലീസിന് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് 5 ദിവസം കഴിഞ്ഞ് വിശദമായ കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, ആലത്തൂർ DYSP ഓഫീസിന് മുന്നിൽ നിന്ന് നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടി. അതിനുശേഷം ഭക്ഷണം കഴിക്കാനും ഇപ്പോൾ സുഖമായി ഉറങ്ങാനും ഒക്കെ പ്രതിക്ക് സാധിക്കുന്നു എങ്ങനെ എന്നത് ചോദ്യമാണ്.